എന്തുകൊണ്ടെന്നറിയില്ല, അമേരിക്കയിൽ നിന്ന് ജപ്പാനിലേക്കാണ് ഇപ്പോൾ ഇലോൺ മസ്കിന്റെ ശ്രദ്ധ. ജപ്പാനിലെ ജനസംഖ്യാ വളർച്ചയിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്നാണ് ഇലോൺ മസ്ക് അടുത്തിടെ മുന്നറിയിപ്പ് നൽകിയത്. ഈ ആശങ്കാജനകമായ പ്രവണത മാറ്റാൻ കൃത്രിമ ബുദ്ധി മാത്രമായിരിക്കാം ഏക പരിഹാരമെന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ അതാണ് കാര്യം, AI കൃത്രിമ ബുദ്ധി. ജനനങ്ങൾക്കും മരണങ്ങൾക്കും ഇടയിലുള്ള ഗണ്യമായ വിടവ് അടയാളപ്പെടുത്തി വളരുന്ന ജനസംഖ്യാ പ്രതിസന്ധിയെ എടുത്തു കാണിച്ചുകൊണ്ടാണ് എക്സിൽ മസ്ക് ഈ ഉൾക്കാഴ്ചകൾ പങ്കുവച്ചിരിക്കുന്നത്. ജപ്പാനിലെ ജനസംഖ്യാ വളർച്ച കുറയുന്നത് ഗുരുതരമായ വെല്ലുവിളികൾ ഉയർത്തുന്നു. അതിൽ തൊഴിൽ ശക്തി കുറയുന്നതും ആരോഗ്യ സംരക്ഷണത്തിലും സാമൂഹിക സേവനങ്ങളിലും വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദവുമൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ജനസംഖ്യാപരമായ മാറ്റങ്ങൾ പരിഹരിക്കേണ്ടതിന്റെ അടിയന്തരാവസ്ഥയെ മസ്കിന്റെ അഭിപ്രായങ്ങൾ അടിവരയിടുന്നുണ്ട്. പ്രായമായവരെ പിന്തുണയ്ക്കുന്നതിലും ജനസംഖ്യാക്കുറവിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിലും AI പോലുള്ള സാങ്കേതിക പുരോഗതിക്ക് നിർണായക പങ്ക് വഹിക്കാൻ കഴിയുമെന്നാണ് മസ്ക് സൂചിപ്പിക്കുന്നത്. ജപ്പാന്റെ ജനസംഖ്യാപരമായ തകർച്ചയുടെ അടിയന്തരാവസ്ഥ ഇലോൺ മസ്ക് എടുത്തു കാണിക്കുന്നു. ജപ്പാന്റെ പ്രശ്നത്തെ ഒരു ദീർഘകാല ജനസംഖ്യാ പ്രവണതയായി ചിത്രീകരിച്ചാണ് മസ്കിന്റെ പോസ്റ്റ്. പെട്ടെന്നുള്ള മാറ്റമോ പുതിയ സാങ്കേതിക വിദ്യയുടെ പാർശ്വഫലമോ അല്ല ഈ ഇടിവ്. അരനൂറ്റാണ്ട് മുമ്പ് ആരംഭിച്ചതാണെന്ന് അദ്ദേഹം വാദിക്കുകയും AI അതിന് കാരണമായെന്ന ആശയത്തെ വ്യക്തമായി നിരാകരിക്കുകയും ചെയ്തു. ഒപ്പം ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ സഹായിക്കുന്ന ഒരേയൊരു പ്രായോഗിക മാർഗം AI ആയിരിക്കാമെന്ന് അഭിപ്രായപ്പെട്ടു. വ്യക്തമായ സംഖ്യയുടെയും വിവരങ്ങളുടെയും സംയോജനമാണ് അദ്ദേഹത്തിന്റെ സന്ദേശത്തെ മുഖ്യധാരാ കവറേജിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ പ്രായമായ ആളുകളുടെ ജനസംഖ്യ, സാമ്പത്തിക സ്തംഭനാവസ്ഥ തുടങ്ങിയ സാമൂഹിക വെല്ലുവിളികളെ നേരിടുന്നതിൽ സാങ്കേതിക വിദ്യയുടെ ഭാവി പങ്കിനെക്കുറിച്ച് വ്യാപകമായ ചർച്ചകൾക്ക് തുടക്കമായി. തൊഴിലാളി ക്ഷാമവും സാമ്പത്തിക സമ്മർദ്ദങ്ങളും ലഘൂകരിക്കുന്നതിനൊപ്പം സുസ്ഥിര വികസനം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ നയപരിഷ്കാരങ്ങളുമായി AI അധിഷ്ഠിത പരിഹാരങ്ങൾ സംയോജിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണം താൽപര്യം വർദ്ധിപ്പിച്ചു. ജനസംഖ്യാപരമായ ഇടിവ് സുസ്ഥിരമായി കൈകാര്യം ചെയ്യുന്നതിനിടയിൽ നവീകരണത്തിന് സാമ്പത്തിക വളർച്ചയെ എങ്ങനെ സന്തുലിതമാക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ച് വിദഗ്ധരും നയരൂപീകരണക്കാരും ഇപ്പോൾ പോരാടുകയാണ്. ഇനി ജപ്പാനിലെ ജനസംഖ്യാക്കുറവും അത് പരിഹരിക്കാൻ AI എങ്ങനെ സഹായിക്കുമെന്നും ഇലോൺ മസ്ക് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. ജപ്പാനിലെ കുറഞ്ഞ ജനന നിരക്കും വാർദ്ധക്യ ജനസംഖ്യയും സൃഷ്ടിച്ചത് AI അല്ല എന്നും മറിച്ച് പതിറ്റാണ്ടുകളായി സാമൂഹികവും സാമ്പത്തികവുമായ രീതികളിൽ നിന്നാണ് ജനസംഖ്യാപരമായ ഇടിവുണ്ടായതെന്ന് ഇലോൺ മസ്ക് ഊന്നി പറയുന്നുണ്ട്. അതേസമയം തൊഴിൽ ഓട്ടോമേറ്റ് ചെയ്യുന്നതിലൂടെ പ്രായമായ ജനങ്ങൾക്ക് ആരോഗ്യ സംരക്ഷണം മെച്ചപ്പെടുത്തുന്നതിലൂടെയും ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ ശക്തിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്ന സാങ്കേതിക വിദ്യകൾ ഉൽപാദനക്ഷമതാ നേട്ടങ്ങൾ പ്രാപ്തമാക്കുന്നതിലൂടെയും AI ചില പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കുമെന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട്. കുറഞ്ഞ ഫെർട്ടിലിറ്റിക്ക് പരിഹാരമായിട്ടില്ല, മറിച്ച് തൊഴിലാളി ക്ഷാമം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു ഉപകരണമായിട്ടാണ് ആ വീക്ഷണം AIയെ കണക്കാക്കുന്നത്. പതിറ്റാണ്ടുകളായി ഫെർട്ടിലിറ്റി നിരക്ക് നിലവാരത്തിന് താഴെയാണ്. സാമ്പത്തിക അരക്ഷിതാവസ്ഥ, ഭവനം, ശിശു സംരക്ഷണ ചെലവുകൾ, മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക മാനദണ്ഡങ്ങൾ എന്നിവ ഇതിനും കാരണമാകുന്നു. അടുത്തത് ദ്രുതഗതിയിലുള്ള വാർദ്ധക്യമാണ്. വിരമിക്കലിലേക്ക് നീങ്ങുന്ന ഒരു വലിയ ബേബി ബൂം കൂട്ടായ്മയും ഉയർന്ന ആയുർദൈർഘ്യവും ഇതിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ വർഷം ജപ്പാനിലെ ജനസംഖ്യ കുത്തനെ കുറഞ്ഞുവെന്ന് ഗവൺമെന്റ് മാധ്യമ റിപ്പോർട്ടുകൾ കാണിക്കുന്നത് ജനനത്തേക്കാൾ ഏകദേശം 9 ലക്ഷം മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നാണ്. ഇത് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഒരു വർഷത്തെ റെക്കോർഡ് ഇടിവാണ്. ഈ സാഹചര്യത്തിൽ AIയുടെ പങ്ക് നിർണായകം തന്നെയാണ്. ഇതിൽ ജനനസംഖ്യാ ഇടിവ് മറികടക്കാൻ ജപ്പാൻ സമഗ്രമായ നയപരിഷ്കാരങ്ങളുടെയും സാങ്കേതിക നവീകരണങ്ങളുടെയും കൂട്ടായ്മയെ ആശ്രയിക്കേണ്ട സാഹചര്യം വ്യക്തമാണ്. അത്തരം ശ്രമങ്ങളിൽ AI വെറും സാങ്കേതിക വിദ്യ മാത്രമല്ല, ഭാവിയിൽ സാമൂഹിക സാമ്പത്തിക സ്ഥിരതയ്ക്ക് അടിത്തറയാകുന്ന നിർണായക പങ്കാളി കൂടിയാണ്.